പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ 4 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന പ്രത്യേകത കൂടിയുണ്ട് കുഞ്ഞിന്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ദിവസങ്ങളേറെയായി ചികിത്സയിലായിരുന്നു. എറണാകുളം അമൃത ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെയാണ് അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനം ആ കുടുംബം എടുക്കുന്നത്. ഇതിന്റെ കരളും 2 വൃക്കകളും ഹൃദയ വാൽവും കോർണിയയുമാണ് ദാനം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ ഏതാണ്ട് ഒരു 4:45 ഇവിടെ അമൃത ആശുപത്രിയിൽ തുടങ്ങി. ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 2 മണിക്കൂറോളം സമയമെടുക്കും ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ എന്നുള്ളതാണ്. ഇതോടകം തന്നെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് അടക്കം ഈ ഘട്ടത്തിൽ സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഏത് റൂട്ടിലാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അത് പോലീസുമായി കൂടിയാലോചനകൾ നടത്തുകയാണ്. MC റോഡ് വഴിയാണോ പോവുക, അതല്ല ദേശീയപാതയിലൂടെ ആലപ്പുഴ വഴിയാണോ തിരുവനന്തപുരത്തേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. അതിൻ്റെ കൂടിയാലോചനകൾ നടക്കുകയാണ്. ഈ ശസ്ത്രക്രിയ തീരുന്ന മുറയ്ക്ക് അതിൻ്റെ ഈ 2 ഇടത്തെയും ഈ ഗതാഗത തിരക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. ഈ കുഞ്ഞിൻ്റെ കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ്. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പള്ളം ബോർമക്കവലയ്ക്ക് സമീപമായിരുന്ന ഒരു അപകടം. മറ്റൊരു കാറ് ഈ കുഞ്ഞും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അന്ന് തന്നെ കുഞ്ഞിന് വളരെ ഗുരുതരമായി പരിക്കേറ്റു. ആദ്യം ചങ്ങനാശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ഫെബ്രുവരി 6-ാം തീയതിയാണ് ഇവിടെ അമൃത ആശുപത്രിയിലേക്ക് ഈ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുന്നത്. അന്ന് മുതൽ ഇത്രയും ദിവസം കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അത് ഫലവത്തായില്ല. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുഞ്ഞിൻ്റെ ഈ മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അതിന് പിന്നാലെ കുഞ്ഞിൻ്റെ പിതാവ് അരുൺ ഈ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് കേസ് ഓട്ടോ വഴി ഈ അവയവ സ്വീകർത്താക്കളെ കണ്ടെത്തുന്നതും വളരെ പെട്ടെന്ന് ഈ നടപടികളിലേക്ക് കടക്കുന്നതും. ഇന്ന് അല്പസമയം മുമ്പാണ് എല്ലാം സജ്ജമായതിനു ശേഷം വെന്റിലേറ്ററിൽ നിന്ന് കുഞ്ഞിനെ മാറ്റുന്നതും അതിനുശേഷം 4:45 ഈ ശസ്ത്രക്രിയ നിശ്ചയിച്ച് ശസ്ത്രക്രിയ തുടങ്ങിയിരിക്കുന്നതും. എത്ര മണിയോടുകൂടി ആംബുലൻസ് കിംസ് ആശുപത്രിയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെയായി? ജീന, ഏതാനും മിനിറ്റുകൾക്ക് അകം തന്നെ ആംബുലൻസ് കിംസ് ആശുപത്രിയിലെത്തും. കിംസ് ആശുപത്രിയിൽ എത്തിയാൽ ഉടൻ തന്നെ അവിടെ കരളാണ് കൈമാറുന്നത്. സംസ്ഥാനത്ത് ഈ മരണാനന്തര അവയവദാനത്തിൽ ഈ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാണ് അവിടെ ചികിത്സയിലുള്ളത്. 6 മാസം മാത്രം പ്രായമായ കുഞ്ഞിനാണ് ഈ കരൾ കൈമാറുന്നത്. അല്പസമയത്തിനകം തന്നെ കഴക്കൂട്ടം കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കിംസ് ആശുപത്രിയിൽ ആംബുലൻസ് എത്തും. അവിടെ കരൾ കൈമാറി കഴിഞ്ഞാൽ പക്ഷെ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതാണ്ട് കഴക്കൂട്ടത്തോട് അടുക്കുന്നു, അല്ലെങ്കിൽ പോത്തൻകോട്. ഈ കരളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ കരളാണ് ഇവിടെ ഒരു കുഞ്ഞിനെ മാറ്റിവെക്കേണ്ടത്. കിംസ് ആശുപത്രിയിൽ 7:13 കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് ഇപ്പോൾ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് ഈ കിംസ് ആശുപത്രിയിലേക്ക് എത്തും. 3 മണിക്കൂർ സമയം കൊണ്ട് 3 മണിക്കൂറും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ വഴിയിലുടനീളം പോലീസിൻ്റെ അകമ്പടി ഉണ്ടായിരുന്നു. നാട്ടുകാരും പലയിടങ്ങളിലും സഹകരിച്ച് വഴിയൊരുക്കിയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് MC റോഡ് വഴി കോട്ടയം, തിരുവല്ല, ഇങ്ങോട്ടേക്ക് അടൂർ, കൊട്ടാരക്കര വഴി വെഞ്ഞാറമൂടിലേക്ക് എത്തുന്ന സമയത്തെല്ലാം ജംഗ്ഷനുകളിലും പ്രധാന തിരക്കേറിയ വിഷമമുണ്ട്. ആ മാതാപിതാക്കൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ആ കുഞ്ഞു ജീവൻ കിട്ടാൻ വേണ്ടി. എന്നാലും ഇപ്പം എൻ്റെ കുഞ്ഞിനുള്ളൊരു ജീവൻ കിട്ടുകയാണ്. അതിന് സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ട്. ആ കുഞ്ഞിലൂടെ എൻ്റെ മകളും ജീവിക്കുകയാണ്, ആ കുഞ്ഞും ജീവിക്കുകയാണ്. 1.5 മാസം കൊണ്ട് ചികിത്സയിലാണ്. ചിലവെല്ലാം എല്ലാവരും സഹായിക്കുന്നതാണ്. ക്രൗഡ് ഫണ്ടിങ്ങും എല്ലാ നാട്ടുകാരും എല്ലാവരും സഹായിക്കുന്ന എല്ലാവർക്കും നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വാക്കുകളൊന്നും കിട്ടുന്നില്ല. ആ കുഞ്ഞു ജീവൻ എൻ്റെ മകളിലൂടെ ജീവിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല.